1952 ആദ്യ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അന്ന് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം നടന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ തിരുക്കൊച്ചി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. മലബാർ ഭാഗം മറ്റ് ഇന്ത്യയുടെ ഭാഗങ്ങളായ മദ്രാസിലും അതുപോലെ തന്നെ സൗത്ത് കാനറയുടെ ഭാഗമായിട്ടാണ് ആ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ആദ്യ തെരഞ്ഞെടുപ്പിൽ ജയിച്ച 3 പേർ ഉൾപ്പെടെ പാർലമെൻറ്റ് അംഗങ്ങളായ 5 പേർ പഠിച്ചത് തലശ്ശേരിയിലാണ് എന്നത് ഒരു വലിയ കൗതുകമാണ്. ആദ്യത്തെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് AKG ആയിരുന്നു. ലോക്സഭയിലേക്ക് തിരുവിതാംകൂർ, കൊച്ചി സംസ്ഥാനങ്ങളിൽ നിന്നായി 13 അംഗങ്ങളും മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, പൊന്നാനി, തലശ്ശേരി മണ്ഡലങ്ങളിൽ നിന്നുള്ള 5 പേരും ഉൾപ്പെടെ 18 അംഗങ്ങളാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. കാസർഗോഡ് സൗത്ത് കാനറ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായിരുന്നു പൊന്നാനി ദ്വയാംഗ മണ്ഡലവും. മലബാറിൽ പാലക്കാട് മുതൽ പയ്യന്നൂർ വരെയുള്ള മേഖലയിലെ 5 മണ്ഡലങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ 3 പേരും പഠിച്ചിറങ്ങിയത് തലശ്ശേരിയിലെ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ഹൈസ്കൂളിൽ നിന്ന്. കണ്ണൂരിൽ നിന്ന് ജയിച്ച AK ഗോപാലനും തലശ്ശേരിയിൽ നിന്ന് ജയിച്ച നെട്ടൂർ P ദാമോദരനും പൊന്നാനിയിൽ നിന്ന് ജയിച്ച K കേളപ്പനും തമിഴ്നാട്ടിലെ മയിലാടുംതുറൈ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച കടയപ്പുറത്ത് അനന്തൻ നമ്പ്യാരാണ് അതേ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ 4ാമൻ. കോഴിക്കോടിനും കാസർഗോഡിനുമിടയിൽ അക്കാലത്ത് തലശ്ശേരിയിൽ മാത്രമായിരുന്നു സെക്കൻഡറി സ്കൂൾ ഉണ്ടായിരുന്നത്. AKG കണ്ണൂർ മാവിലായിക്കാരനായിരുന്നെങ്കിൽ അനന്തൻ നമ്പ്യാർ കാടാച്ചിറക്കാരനായിരുന്നു. കൊയിലാണ്ടിക്കാരനായ K കേളപ്പൻ തലശ്ശേരിയിൽ താമസിച്ചാണ് BMP ഹൈസ്കൂളിൽ പഠിച്ചത്. 1953 1ാം രാജ്യസഭയിൽ അംഗമായിരുന്ന വിശ്വപൗരൻ VK കൃഷ്ണമേനോനും പഠിച്ചത് തലശ്ശേരിയിലാണ്. പക്ഷേ അത് BMP സ്കൂളല്ല, തൊട്ടടുത്ത ബ്രണ്ണൻ സ്കൂളാണെന്ന് മാത്രം. വടകരക്കാരനായ കൃഷ്ണമേനോന്റെ അച്ഛൻ കോമത്ത് കൃഷ്ണക്കുറുപ്പ് തലശ്ശേരിയിലെ അഭിഭാഷകനും മുനിസിപ്പൽ ചെയർമാനുമായിരുന്നു. VK കൃഷ്ണമേനോൻ പിന്നീട് 1957 നോർത്ത് ബോംബെയിൽ നിന്നും 69 മിഡ്നാപ്പൂരിൽ നിന്നും ലോക്സഭാംഗമായി. മലയാളിയായ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് MLA ആയിരുന്നു കടയപ്പുറത്ത് അനന്തൻ നമ്പ്യാർ. 1946 അദ്ദേഹം മദ്രാസ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ 28 വയസ്സായിരുന്നു പ്രായം. തലശ്ശേരിയുടെ രാഷ്ട്രീയമായ തലപ്പൊക്കമാണ് ആ ചരിത്രങ്ങളെല്ലാം. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.